LDF സർക്കാരിൽ നിന്നുണ്ടായതുപോലൊരു കർഷക വഞ്ചന ഇതിനു മുൻപുണ്ടായിട്ടില്ലെന്ന് ദേശീയ കർഷക സമാജം. ഉപതെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുൻപും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്തെത്തിയാൽ മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും അവഗണിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും കർഷക സമാജം പ്രസിഡന്റ് മുതലാം തോടുമണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ആനുപാതികമായി സംസ്ഥാന സർക്കാർ പ്രോത്സാഹന തുക കുറയ്ക്കുകയാണ്. ഫലത്തിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച വില പോലും കിട്ടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നെല്ലുവില കൂടുതൽ നൽകുന്നത് കേരളത്തിലാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഇങ്ങനെ പറയുന്ന മന്ത്രിമാർ ചെലവ് കൂടി താരതമ്യം ചെയ്യണം. PRS വായ്പാ സമ്പ്രദായ നെൽവില നൽകൽ കർഷകരെ കൂടുതൽ ദുരിതത്തിലും കടക്കെണിയിലുമാക്കുന്നതാണ്. PRS സമ്പ്രദായം അവസാനിപ്പിക്കണം. താങ്ങുവില 40 രൂപയെങ്കിലും ആക്കുകയും കൈകാര്യച്ചെലവ് നൽകുകയും വേണം. നെല്ല് സംഭരണത്തിനായി കേന്ദ്രം നിശ്ചയിക്കൽ തന്നെ സംഭരണം അട്ടിമറിക്കാനാണ്. കർഷകർക്ക് അനുകൂലമായ കോടതി വിധികളെപ്പോലും അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരു നടപടിയുമില്ല. പറമ്പിക്കുളം ആളിയാർ നദീജല കരാറും സർക്കാർ പരാജയമാണ്. കർഷക രക്ഷയെ മുൻനിർത്തിയുള്ള തുടർ സമരങ്ങൾക്ക് ഡിസംബർ 12-ന് ചിറ്റൂരിൽ ചേരുന്ന ജില്ലാ സമ്മേളനം തീരുമാനമെടുക്കുമെന്നും മുതലാം തോടുമണി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതവും രാഷ്ട്രീയത്തിന് അതീതവുമായി കഴിഞ്ഞ 54 വർഷമായി കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലെ കാർഷിക രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ദേശീയ കർഷക സമാജം. വരുന്ന 24-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് കൃത്യം 10 മണിക്ക് ചിറ്റൂർ കച്ചേരിമേട്ടിൽ നിന്ന് ജാഥ ആരംഭിക്കും. അണിക്കോട് ജംഗ്ഷൻ വഴി പാലാഴി കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചേരും. തുടർന്ന് സമ്മേളനം നടക്കും. ഭാരവാഹികളായ വി രവീന്ദ്രൻ, വി വിജയരാഘവൻ, S അധിരഥൻ, AB അരവിന്ദാക്ഷൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.